തിരുവനന്തപുരം മലയിൻകീഴിൽ 4-അംഗ കുടുംബത്തെ 1.5 മാസമായി കാണാനില്ലെന്ന് പരാതി. വിഷ്ണു, ഭാര്യ കാവ്യ, 4 വയസ്സുകാരി മകൾ, 4 മാസം പ്രായമുള്ള മകൻ എന്നിവരെയാണ് കാണാതായതായി പോലീസിൽ പരാതി ലഭിച്ചത്. നവംബർ 30-ന് ആശുപത്രിയിൽ പോകുന്നു എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയതാണ് കുടുംബം. നവംബർ 30-ാം തീയതി 2-ാം തീയതി നമ്മൾ അറിയുന്നത്. ഇവിടെ ഒരാളിവിടെ വന്ന് ചോദിച്ചപ്പോഴാണ് അറിയുന്നത് മോള് കാണാനില്ല. എവിടേക്ക് പോകുന്നു എന്ന് പറഞ്ഞിട്ടാണ് പോയത്? അന്ന് ഇവിടെ വീട്ടിലേക്ക് വന്നായിരുന്നു? ഇല്ല, വീട്ടിൽ വന്നതേ ഇല്ല, ഞാൻ അറിഞ്ഞതും ഇല്ല. അവർ പോണ 2-3 ദിവസം ഉള്ളപ്പോൾ ഞാൻ തൈക്കാട് ആശുപത്രിയിലൊക്കെ പോയി, കൊച്ചിന് ഇഞ്ചക്ഷൻ എടുക്കാനൊക്കെ പോയി. ഇത്രയൊക്കെ തന്നെ അവർ എന്നോട് ഒന്നും പറഞ്ഞില്ല. ഒരു കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നീട് അവർ കാറിലാണ് പോയത്. കാറിൽ എവിടെ കൊണ്ടിട്ടെങ്ങനെയെന്ന് അറിഞ്ഞുകൂടാ. കാർ നമ്പർ എനിക്ക് അറിഞ്ഞുകൂടാ. ഇന്ന് വരെ ഞാൻ വിളിച്ചു, ഫോൺ എടുക്കണേ ഇല്ല. എവിടെയാണെന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനും എൻ്റെ മോനും കൂടി തന്നെ പോലീസ് സ്റ്റേഷനിൽ എല്ലായിടത്തും പോയി പറഞ്ഞത് കാര്യങ്ങളെല്ലാം. എനിക്കൊരു സംശയമില്ല, എവിടെ പോയെന്ന് നമുക്ക് കിട്ടിയാൽ മതി, കണ്ടുകിട്ടിയാൽ മതി എവിടെ പോയെന്ന്. വിവരങ്ങളുമായി അഷൻ ഡിയാഗോ നമുക്കൊപ്പം ചേരുന്നു. അഷൻ ഡിയാഗോ, കൃത്യം 1.5 മാസമാകുന്നു. നവംബർ 30-ന് ശേഷം ആ കുടുംബം പോകാൻ സാധ്യതയുള്ള ഇടങ്ങളിലെല്ലാം തേടിക്കഴിഞ്ഞു. സുജിയ, നിലവിൽ ഇവർക്ക് വേണ്ടിയുള്ള അന്വേഷണം എവിടെയും എത്തിയിട്ടില്ല എന്നുള്ളതാണ് കുടുംബത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണങ്ങളിൽ ഒന്ന്. കാരണം നവംബർ 20-നാണ് ഇത്തരത്തിൽ ഇവർ ഈ വീട് വിട്ട് പോകുന്നത്. വീട് വിട്ടു പോകുന്നതിന് കാരണമായി പറഞ്ഞത് ആശുപത്രിയിലേക്ക് പോകുന്നു, തൈക്കാട് ആശുപത്രിയിൽ മകന് കുത്തിവെപ്പ് എടുക്കുന്നതിനായി പോകുന്നു എന്ന് പറഞ്ഞാണ് അവർ കാറിൽ വീട്ടിൽ നിന്നും ഇറങ്ങുന്നത്. ഈ 4-അംഗ കുടുംബം പിന്നീട് അവരെ ആരും കണ്ടിട്ടില്ല എന്നുള്ളതാണ്. 2-ാം തീയതിയാണ് ഈ കാവ്യയുടെ അമ്മയാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചതും. അവർ പോലും അറിയുന്നത് 2-ാം തീയതിയാണ്, ഡിസംബർ 2-നാണ് മകളെ കാണുന്നില്ല എന്നുള്ള വിവരം അവരറിയുന്നത്. ഈ അടുത്തൊരു ബന്ധു വീട്ടിൽ വന്നാണ് ഈ വിവരം അറിയിക്കുന്നത്. തുടർന്ന് ഇവർ മലയൻകീഴ് പോലീസിൽ പരാതി നൽകി, SP-ക്കും പരാതി നൽകിയിട്ടുണ്ട്. ഈ പോലീസ് ഇവരുടെ ബാങ്ക് അക്കൗണ്ടും ഈ കാർ നമ്പറും അതുപോലെ തന്നെ ഫോണും കേന്ദ്രീകരിച്ചുള്ള പരിശോധനയാണ് നടത്തിയിരുന്നത്. പക്ഷേ ഇതുവരെ ഒരു തുമ്പും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഇവർ എവിടെയാണ് എന്നുള്ളതിൽ ഇതുവരെ ആർക്കും ഒരു പിടിയും കിട്ടിയിട്ടില്ല. എവിടെ ജീവനോടെയുണ്ടോ, മറ്റെന്തെങ്കിലും അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ, അതോ മറ്റെവിടേക്കെങ്കിലും മാറിയതാണോ എന്നുള്ളതടക്കം ഉള്ള കാര്യങ്ങൾ ഇതിൽ പരിശോധിക്കേണ്ടതുണ്ട്. നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യം, ഈ കാവ്യയ്ക്കും അതുപോലെ തന്നെ വിഷ്ണുവിനും ഇവരുടേത് ഒരു പ്രണയ വിവാഹമായിരുന്നു. ആദ്യകാലങ്ങളിൽ ഈ 2 കുടുംബങ്ങളും സഹകരിച്ചിരുന്നില്ല. പക്ഷെ പിന്നീട് ഒരു കുഞ്ഞൊക്കെ ഉണ്ടായതിനു ശേഷം ഈ കുടുംബങ്ങൾ തമ്മിലുള്ള വഴക്കൊക്കെ മാറി ഇവർ പിന്നീട് സഹകരിച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതും. ഈ വിഷ്ണുവിന് വലിയ ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അദ്ദേഹം ഒരു ട്രെയിനറാണ്. 2 ലോണുകൾ ഇദ്ദേഹത്തിനുണ്ട്. ഒന്ന് ഹൗസിംഗ് ലോണുണ്ട്, പിന്നെ ഈ പുതുതായി വാങ്ങിയ കാറിൻ്റെ ലോണും ഈ വിഷ്ണുവിൻ്റെ പേരിലുണ്ട്. ഈ കടക്കാരിൽ നിന്ന് നിരന്തരം ഭീഷണിയും ശല്യവും ഉണ്ടായിരുന്നു. ബാങ്കിൻ്റെ ഭാഗത്തു നിന്നും ഇവർക്ക് ഭീഷണി ഉണ്ടായിരുന്നു, ശല്യങ്ങളുണ്ടായിരുന്നു എന്നുള്ളത് കാവ്യയുടെ അമ്മ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു. ഇനി അതുകൊണ്ട് മാറി നിൽക്കുന്നതാണോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. പക്ഷേ ഇവർ എവിടെയാണ് എന്നുള്ള കാര്യം ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കാരണം ഈ ഫോണിൽ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ നിന്ന് ആ ഫോൺ ഇപ്പോൾ സ്വിച്ച് ഓഫ് ആണ്. മാത്രമല്ല ഈ ഫോൺ ഉണ്ടായിരുന്ന ആ സിം റീചാർജ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഇപ്പോൾ അത് ഇനാക്ടിവേറ്റ് ആണ്. അതായത് അത് ആക്ടിവേറ്റ് അല്ല, അത് റീചാർജ് ചെയ്ത് ആക്ടിവേറ്റ് ചെയ്യേണ്ട അവസ്ഥയിലാണുള്ളത്. നമ്മളടക്കം ആ ഫോണിലേക്ക് വിളിച്ചു നോക്കുന്നുണ്ട്. ഈ കുഞ്ഞിന് കുത്തിവെപ്പ് നൽകുന്നതിന് വേണ്ടി വീട്ടിൽ നിന്നിറങ്ങിയ ഈ കുടുംബം എവിടെയാണ് എന്നുള്ളതാണ് ഈ കാവ്യയുടെയും അതുപോലെ തന്നെ വിഷ്ണുവിന്റെയും അമ്മയും ചോദിക്കുന്നത്. ആശുപത്രിയിലേക്ക് എത്തിയിരുന്നോ എന്നതടക്കം നമുക്കും ഒന്ന് പരിശോധിക്കാം. അഷൻ ഡിയാഗോ.